ശക്തമായ മഴയിലും ഉരുൾപൊട്ടലിലും വയനാട്ടിലുണ്ടായ ഒരു വൻ ദുരന്തം നമ്മളെല്ലാവരും കണ്ടതല്ലേ. ഞങ്ങളെയും ആ ദുരന്തം ഒരുപാട് വേദനിപ്പിച്ചു. ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് എന്താണെന്നാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ സ്കൂൾ അത് തകർന്നതിലാണ്. ആ സ്കൂളിലെ കൂട്ടുകാർക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഒരു ചെറിയ സഹായം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്കും എൻ്റെ സ്കൂളിലും ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ഒരു ചെറിയ സഹായം അങ്ങോട്ടേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഈ മാമന്മാരോട് ഞാൻ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടുകാരോട് പറയണം കേട്ടോ, ആരും വിഷമിക്കരുത്, ഞങ്ങളൊപ്പം ഉണ്ടെന്ന്. നന്ദി. ഇവിടെ പഴയ പഞ്ചായത്ത് സജി ഇവിടെ ചേട്ടനാണ്. ശേഷം നിങ്ങൾക്കെല്ലാവരും ഈ സ്കൂൾ അടക്കം വിദ്യാവാഹനറ്റ് KL31 എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലുള്ള സ്കൂളാണിത്. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടായിരുന്നു എല്ലാ സ്കൂളുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഒരു വിദ്യാവാഹനം എന്ന് പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മ തന്നെ രൂപീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വിദ്യാവാഹനമറ്റ് KL31 എന്നുള്ള ഒരു പേരോടുകൂടി ആയിരിക്കും നമ്മളെല്ലാവരും ചേർന്ന് നൽകുന്ന ഈ കിറ്റുകളുമായി വാഹനം മാവേലിക്കരയിൽ നിന്ന് വയനാട്ടിലേക്ക് പുറപ്പെടുക എന്നുള്ള കാര്യം ഞാനിവിടെ അറിയിക്കുകയാണ്. അതിൽ ആദ്യത്തെ കിറ്റുകൾ തരുന്നത് ഈ സ്കൂളാണെന്നുള്ളത് കാര്യം ഞങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ വന്നപ്പോൾ ഏറ്റവും അർഹമായ സ്കൂളിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇത് കിട്ടുന്നതെന്നുള്ള ബോധ്യമാണ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്തായാലും ഇത്രയും പ്രൗഢഗംഭീരവും ലാളിത്യത്തിൻ്റെ പ്രതിഫലനം കൂടിയായ രീതിയിൽ ഈ ചടങ്ങ് സംഘടിപ്പിച്ച ഈ സ്കൂളിൻ്റെ അധ്യാപകരോട് അനധ്യാപകരോട് ഇതിൻ്റെ വികസന സമിതിയോട് ജനപ്രതിനിധികളോടും എല്ലാം വകുപ്പിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരു സഹായഹസ്തമേകാൻ നമ്മുടെ മാവേലിക്കര RT ഓഫീസിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠനോപകരണങ്ങളുടെ ഒരു ശേഖരണം നടത്തുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് അതിന് തുടക്കം കുറിക്കുന്നതിലും അഭിമാനമുണ്ട്. ഈ ദുരന്തത്തിൽ അപ്പോൾ മനസ്സിലൊരുപാട് സന്തോഷം തോന്നി. കാരണം ഇന്നലെ നിങ്ങളെ പഠിപ്പിക്കുന്ന പോലൊരു അധ്യാപകനെ പോയി കണ്ടു. അദ്ദേഹം വയനാട്ടിലെ സ്കൂളിൽ, അതായത് ഉരുൾപൊട്ടി ഒലിച്ചു പോയ സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന 22 വിദ്യാർത്ഥികൾ മരണപ്പെട്ടു. നിങ്ങളെപ്പോലുള്ള കൊച്ചു കുട്ടികൾ 10 പേരിപ്പോൾ എവിടെയാണെന്ന് അറിയാൻ വയ്യ, കാണാൻ വയ്യ, എവിടെയാണെന്ന് അറിയില്ല, ഒലിച്ചു പോയിരിക്കുകയാണ്. ഏതാണ്ട് 250-ന് മേൽ കുട്ടികൾക്ക് അവർക്ക് പുസ്തകങ്ങളോ ബുക്കുകളോ ബാഗുകളോ